ഒരു ശനിയാഴ്ചയും ഞായറാഴ്ചയും കിട്ടിയാൽ നമുക്ക് കുറേ പണികളുണ്ടായിരിക്കും അല്ലേ? അതേപോലെ തന്നെയാണ് മക്കൾക്കും. അവരെ ശനിയും ഞായറും ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. ഇത് മക്കൾ കളിക്കുന്ന സ്ഥലമായിരുന്നു. മഴ പെയ്തപ്പം ഇവിടെ ഒരു പുഴയായി. അപ്പോൾ അവിടെ നീന്തി കളിക്കുകയാണ് മക്കൾ. നല്ല വൃത്തിയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഇന്നത്തെ ബാക്കി വിശേഷങ്ങളാട്ടോ. ഇപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. നമ്മൾ രാവിലെ തന്നെ പെട്ടെന്ന് പണികളൊക്കെ തീർക്കുകയാണ്. ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ കുമ്പളം മോരുകറി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ എഫക്റ്റ് കൂടിപ്പോയതുകൊണ്ട് മഞ്ഞൾ കുറച്ച് കൂടുതലായി തോന്നുകയാണ്. അല്ലാണ്ട് അത്ര മഞ്ഞളൊന്നുമില്ല കേട്ടോ. ഈ വക കാര്യങ്ങളിൽ നിന്ന് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സാധാരണ ശനിയും ഞായറുമാണ് നല്ല ഫുഡ് ഉണ്ടാക്കൽ. പക്ഷേ ഇന്ന് മീനില്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള ഫുഡ് തൽക്കാലം തട്ടിക്കൂട്ടി നമ്മൾ ചെയ്തു എന്ന് മാത്രം. പിന്നെ ശനിയും ഞായറുമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ചയ്ക്കുള്ള സകല കാര്യങ്ങളും ഞാൻ റെഡിയാക്കി വെക്കൽ. ഇത് ചെറിയ ഉള്ളി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തൊലിക്കാൻ കിട്ടും. അങ്ങനെ ഇവിടുത്തെ വല്യമ്മ പറഞ്ഞു തന്നതായിരുന്നു. പിന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനുള്ള മുളക് ഞാനിതാ നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കറിവേപ്പിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇവിടെ ഇഷ്ടം പോലെ കറിവേപ്പിലൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരുടെ വീട്ടിലും കറിവേപ്പിൻ്റെ മരമുണ്ട്. പിന്നെ ക്യാബേജ് അരിഞ്ഞ് നമ്മൾ എടുത്ത് വെക്കും. ഇന്നൊക്കെയുള്ള എടുത്തിട്ട് ബാക്കി 2 ദിവസത്തിനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ ചിരകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചി കഴുകി തോല് കളഞ്ഞ് വെക്കും. പിന്നെ ഇവിടെ വെളുത്തുള്ളി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ ഉള്ളിയാണെങ്കിലും മുറിച്ചെടുത്ത് വെക്കും. അങ്ങനെ ലഞ്ചിൻ്റെ ടൈമാണ്. ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് പപ്പട ചമ്മന്തി, ഓംലെറ്റ്, ചോറ്, മോരുകറി, കാബേജ് തോരൻ, പപ്പടം, മീൻ. ഇന്നലത്തെ മീൻ കേട്ടോ വറ്റിച്ചതായിരുന്നു. പിന്നെ നമ്മൾ ഇതാണ് കേട്ടോ പപ്പട ചമ്മന്തി. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇടാം കേട്ടോ. പിന്നെ തൈര്. ഇത്രയും കാര്യങ്ങളാണ് ഉച്ചയ്ക്ക്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഉമ്മനെ ഡോക്ടറെ കാണിക്കാൻ പോകുന്ന ദിവസമാണ്. നേരെ ഉത്താത്താനെ വീട്ടിൽ പോയി ഉമ്മയും ഞാനും ബ്രദറും ഒക്കെ പാടെ ഷിയാബ് ഹോസ്പിറ്റലിൽ 1 മാസം കഴിഞ്ഞാൽ ഉമ്മക്ക് ഞാൻ കാണിക്കാനുള്ള സമയമായിരുന്നു. അങ്ങനെ ഉമ്മനെ കാണിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇതാണ് കേട്ടോ. ഉമ്മനെ ഞാൻ പലപ്പോഴായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഷിയാബ് ഹോസ്പിറ്റലായിരുന്നു. അവിടെ ചെന്നപ്പോൾ കുറേ അറിയുന്ന ആളുകളുണ്ടാവും. എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ അറിയണവരുണ്ടാവുമല്ലോ. നമ്മളെ നാടാണല്ലോ തിരൂർ. അപ്പോൾ എന്തായാലും അറിയുന്ന കുറേ പേര് ഉണ്ടാവുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാ നമ്മൾ ഡോക്ടറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മാൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്നോട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടെ പോയതിന് ശേഷം എളീമാൻ്റെ സർജറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. യൂട്രസ് റിമൂവ് ചെയ്തിട്ട് അപ്പോൾ എളീമാനെ കാണാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ. ഞാനും ഹസ്ബൻഡും കൂടി ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ ഏഴൂരാണ്. ഇവിടെ ഈ ഫ്ലാറ്റിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സുഗിത താമസിക്കുന്നത്. പിന്നെ വേറൊരാളുണ്ട് കേട്ടോ. ആ വീട് ഞാൻ കാണിച്ചിട്ട് കേട്ടോ. എൻ്റെ ഭയങ്കര ചങ്കാണ്. ഇത് തൊട്ടടുത്താണ്. ജിബി എന്നാണ് പേര് കേട്ടോ. ഭയങ്കര ചങ്കാണ്. ചങ്ക് എന്ന് പറഞ്ഞാൽ ചങ്കാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ജിബി കമൻറ്റ് ഇടാൻ മറക്കണ്ട. ഇപ്പോൾ ജിബിയുടെ വീടിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നാണ്. ഇതാ കാണുന്നതാണ് വീട്. അങ്ങനെ നമ്മൾ കട്ടച്ചിറ പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് കേട്ടോ പോണത്. ഭയങ്കര ഇഷ്ടം അതിൻ്റെ അകത്ത് കൂടി പോകാൻ. കാരണം ആ പണ്ട് ചെറുതാകുമ്പോൾ ഇതിനകത്ത് പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നേ. അങ്ങനെ ഇപ്പുറത്ത് കുറച്ചും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തോടോ പുഴയതാ എന്താ അതിന് പറയുക, കനാൽ, അതൊക്കെ ഉണ്ട്. അതൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇന്നുവിനെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോയത്, അനിയത്തിൻ്റെ മോള്. അങ്ങനെ ഇന്നുവിന് ചായ വാങ്ങിക്കൊടുത്ത് ഇന്നത്തെ ദിവസം ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ശനിയും കഴിഞ്ഞു. നാളെ ഞായറാഴ്ച കഴിഞ്ഞാൽ തിങ്കളാഴ്ച സ്കൂളിലേക്ക്.